ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ യഥാർത്ഥ പേര് ഞാൻ പറയുന്നില്ല. സിതാര എന്ന് മാഡം വിളിച്ചോളൂ. 40 വയസ്സ് കഴിഞ്ഞ് 41 വയസ്സാകാറാകുന്നു. എനിക്ക് 2 കുട്ടികളുണ്ട്. ഭർത്താവ് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഞാൻ വീട്ടിലിരുന്ന് ചില വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അത് കമ്പ്യൂട്ടർ ബേസ്ഡും പിന്നെ ഫാഷൻ ഡിസൈനിങ് ബേസ്ഡാണ് മാഡം. അത്യാവശ്യം വരുമാനവുമുണ്ട്. കുട്ടികൾ 2 പേരും പഠിക്കുകയാണ്. മൂത്ത കുട്ടി ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ഇളയാൾ എൻ്റെ കൂടെ ഉണ്ട്. അമ്മായിച്ചനും അമ്മായിമ്മയും എനിക്കില്ല. ഞാനും ഭർത്താവും കുട്ടിയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഭർത്താവ് രാവിലെ പോകും, വൈകിട്ട് വരും. അങ്ങനെയാണ്. ഈ അടുത്ത കാലത്ത് ഏകദേശം ഒരു 1.5 വർഷത്തിന് മുമ്പാണ് ഞങ്ങൾ 10ാം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചവരെല്ലാം കൂടി ഒരു പൂർവ്വ വിദ്യാർത്ഥി വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ പഴയ ഫ്രണ്ട്സിനെയെല്ലാം ചാറ്റ് ചെയ്യാനും കാണാനുമൊക്കെയുള്ള അവസരം സംജാതമായി. ഇതിനിടയ്ക്ക് ഞങ്ങൾ സ്കൂളിൽ വെച്ച് എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേർന്നിരുന്നു. അത് കഴിഞ്ഞ ശേഷം വാട്സാപ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും ഗ്രൂപ്പ് കോളുകളും ഒക്കെയുണ്ട്. അപ്പോഴാണ് എല്ലാവരും ടൂറിന് പോകുന്നു. അപ്പോൾ നമുക്ക് ടൂറിന് പോകണം എന്നൊരു പ്ലാൻ ചെയ്തത്. പക്ഷേ പല സ്ത്രീകൾക്കും പല പ്രശ്നങ്ങളുമുണ്ടല്ലോ. പെണ്ണുങ്ങൾക്കായിരിക്കും വരാൻ കൂടുതൽ ബുദ്ധിമുട്ട്. എങ്കിലും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പ്ലാൻ ചെയ്ത് ഒരു ടൂർ പോകണമെന്ന് എല്ലാവരും കൂടി നിശ്ചയിച്ചു. കുട്ടികളൊന്നും അവിടെ കാണരുത്, നമ്മൾ പഠിച്ചവർ മാത്രം, എങ്കിൽ മാത്രമേ രസം കാണുമെന്ന് പറഞ്ഞു. ഫാമിലിയായിട്ടുള്ളത് പിന്നീട് 2ാമതൊരു ടൂറിന് പോകാമെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. അങ്ങനെ പല കടമ്പകളും തരണം ചെയ്താണ് ഞങ്ങൾ ആ ടൂറിന് പോയത്. ഞങ്ങൾ 27 പേരുണ്ടായിരുന്നു. അതിൽ പല ആൾക്കാർക്കും പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ചിലരൊക്കെ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പ്രേമിച്ച് കല്യാണം കഴിച്ച ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ക്ലാസ്സിൽ. ബാക്കിയുള്ളവരൊക്കെ പലവിധ സാഹചര്യങ്ങളിൽ പല ജീവിത പങ്കാളികളെയും കിട്ടി ഇങ്ങനെ കഴിയുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഒരു ഹൗസ് ബോട്ട് പ്ലാനാണ് അറേഞ്ച് ചെയ്തത്. കായലിൽ കുറേ ദൂരെ യാത്ര ചെയ്ത് ഒരു തുരുത്ത് പോലുള്ള സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കുക, അവിടെ ചിലവഴിക്കുക. എന്നിട്ട് ഒരു 4 മണിയാകുമ്പോൾ തിരിച്ചു വരിക. പിന്നീട് ഒരു 7 മണിക്ക് മുമ്പ് വീട്ടിലെത്തുക. ഇതായിരുന്നു പ്ലാൻ. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്നു പോയി പഞ്ച് വീടിനുള്ളിൽ കയറി. അത് കഴിഞ്ഞ ശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവനവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഓരോരുത്തരും അവനവൻ്റെ ക്രഷ് ആരോടെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പറയണമെന്ന്. അപ്പോൾ അതിനകത്ത് 2 ആണുങ്ങൾ എന്നെ അവർക്ക് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ അടിമുടി പൂത്തുളിഞ്ഞ് നാണിച്ചുപോയി. ഷോ, ഇവന്മാരൊക്കെ അന്നെങ്ങാനും പറഞ്ഞായിരുന്നെങ്കിൽ എനിക്കെന്ത് നന്നായതിനെ ഓർത്തു. കാര്യം ഇപ്പോൾ 40 വയസ്സായെങ്കിലും അവരെ കണ്ടു കഴിഞ്ഞാൽ എത്ര നല്ല സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അതിന് പകരം എൻ്റെ ഭർത്താവ് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത്ര അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഒരുങ്ങാനിട്ട് അയാൾ സമ്മതിക്കുകയില്ല. അങ്ങനെ പലവിധ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നോട്ടമുണ്ടായിരുന്നു എന്ന് മനസ്സിലായി. ഞാനും എൻ്റെ ഇഷ്ടങ്ങൾ പറഞ്ഞു. എനിക്ക് രാജീവ് എന്ന് പറഞ്ഞ ഒരാളെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്നെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്കറിയില്ല, നീ അങ്ങനെ ശ്രദ്ധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അങ്ങനെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ തന്നെ ഞാൻ കെട്ടിയേനെന്ന് പറഞ്ഞു. അതും എനിക്കൊരു അവാർഡായിട്ട് തോന്നി. സത്യം പറഞ്ഞാൽ ഒരു കൊച്ചു പെൺകുട്ടിയുടെ മനസ്സായി എൻ്റെ മനസ്സ് അപ്പോൾ മാറിപ്പോയി മാഡം. കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും കാലാവസ്ഥ ആകെ മാറി. ഇവന്മാരെല്ലാം മദ്യമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ലേശം അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓരോ പെണ്ണുങ്ങളെയും അവർക്കിഷ്ടപ്പെട്ടവരെ ജോഡികളായിട്ട് മാറ്റിയിരുത്തി സംസാരം തുടങ്ങി. കൂട്ടായിട്ടെല്ലാവരും കൂടി എൻജോയ് ചെയ്യാൻ വന്നത് ഓരോരുത്തരും ഓരോ ജോഡികളായി പോയിരിക്കുന്ന രീതിയിലായി. ഞങ്ങൾ 5-6 പേർക്ക് വല്ലാത്ത നാണമാണ്. അങ്ങനെ കലരാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. ഇതിൻ്റെ വലിയ വീഡിയോയും ഫോട്ടോയൊക്കെ പുറത്തു വന്നാലോ അറിഞ്ഞാലോ വലിയ പ്രശ്നമാകുമല്ലോ എന്നോർത്തു. ആ സമയത്താണ് രാജീവ് എൻ്റെ അടുത്ത് വന്നിരുന്നത്. ബാ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവൻ എന്നെ വിളിച്ചു. ഞാനും കൂടി പോയി കഴിഞ്ഞപ്പോഴേക്കും മറ്റുള്ളവർക്കും ധൈര്യമായി. അതിൽ ഏറ്റവും കൂടുതൽ നാണം എനിക്കായിരുന്നു. രാജീവിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഇരുന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതം ഞാൻ വലുതായിട്ടൊന്നും ആസ്വദിക്കുന്നില്ല. താനായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എൻ്റെ കൂടെ. നമ്മൾ തമ്മിൽ ഒരേ വേവ് ലെങ്താണെന്ന് ഇപ്പം തോന്നി എന്നൊക്കെ പറഞ്ഞു. കുടിച്ചിട്ട് നിൽക്കുകയായിരുന്നുകൊണ്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും അവനെ വെറുപ്പിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാനും അവൻ്റെ വാക്കുകൾ കേട്ടിരുന്നു. ഇതിനിടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോന്നു കഴിഞ്ഞപ്പോൾ അവിടെ അരുതാത്ത പല കാര്യങ്ങളുമാണ് നടക്കുന്നത്. ചില പെണ്ണുങ്ങളൊക്കെ എന്തിനും അങ്ങ് സമ്മതിക്കുകയാണ് മാഡം. ഞാൻ നോക്കുമ്പോഴുണ്ട് ചിലവളുമാരൊക്കെ എങ്ങനെയാണോ ഇരിക്കുന്നത്, മലമ്പുഴ യക്ഷിയുടെ വിഗ്രഹമില്ലേ അതേപോലൊക്കെ ഇരിക്കുന്ന രീതിയിലേക്കായി. ഇത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറഞ്ഞതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നി മാഡം. ആർക്കും ഒരു പ്രശ്നവുമില്ല. എല്ലാവരും ഫ്രീ ആയിട്ട് ആസ്വദിക്കുകയാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞപ്പോഴേക്കും പലരും നല്ലൊരു മൂഡിലായി. കാര്യം
പുതിയൊരു പ്രണയം കിട്ടിയ പോലെയായിരുന്നു പലരുടെയും ചേഷ്ടകൾ. ഞാൻ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എടി പെണ്ണെ, ഇതിൻ്റെയൊക്കെ പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ വ്യത്യസ്തതകൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. എന്നും വീട്ടിലിരുന്ന് കഞ്ഞിയും കറിയും വെക്കാൻ വയ്യ. ഭർത്താവിൻ്റെ കുട്ടികളുടെയും ഇടയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് എന്താശ്വാസമാണെന്നോ അതേപോലെ തന്നെയാണ് പുരുഷന്മാർക്കും. എന്നും കാണുന്ന കാര്യങ്ങളും എന്നും ചെയ്തു മടുക്കുന്ന കാര്യങ്ങളും ഒന്ന് മാറ്റണം. നിനക്കറിയാമോ, ഇപ്പോൾ ഞാനിവിടെ പോയിരുന്നു, നീ എന്നെ കളിയാക്കി. പക്ഷെ ഞാൻ ഒരു കാര്യം പറയുവാണ്, എൻ്റെ ഭർത്താവ് ഒരിക്കലും എനിക്ക് വേണ്ടി ഇത്രയും സ്വാതന്ത്ര്യപ്രകാരം സമയം മാറ്റിയിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറേ നേരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവൻ്റെ കൈവിരലുകൾ എനിക്ക് ഭർത്താവിനേക്കാൾ കൂടുതൽ ഇഷ്ടമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോടി? അതാണ് സ്നേഹത്തിൻ്റെ ശക്തി. നമുക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്മാരാണെങ്കിൽ ഒന്നും വേണ്ട, സാമീപ്യം മതി. പക്ഷേ അതിലും കൂടുതൽ അവസരങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ നമ്മൾ എല്ലാം മറന്ന് പോകുന്നു. പിന്നെയും നമ്മൾ ഒരവസരമുണ്ടാക്കി ഒന്നിച്ചു കൂടുന്നു. പിന്നെ ഒന്നും പേടിക്കാനില്ല, നമ്മുടെ പ്രസവം നിർത്തിയാണ്. പിന്നെ എന്തിനാണ് നമ്മൾ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? എല്ലാവരോടും പറയുക, ഫോട്ടോയോ വീഡിയോ ഒന്നും വളരെ അടുത്തിരിക്കുന്ന സമയത്ത് എടുക്കരുത്. കൂട്ടായിട്ടുള്ള നല്ല വീഡിയോയും ഫോട്ടോയും മാത്രം എടുക്കുക. ഇത്തരം കാര്യങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയും ചെയ്യരുത്. ഇതെല്ലാവർക്കും നേരത്തെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് മോളെ. നീ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. എല്ലാവരും പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത്. പ്രതീക്ഷിക്കുന്നത് കിട്ടുമ്പോൾ എന്ത് ചെയ്യാനാണ്? അത് വേണ്ടാന്ന് വെക്കുന്നത് വലിയ വിഡ്ഢിത്തരമാണെന്ന് പലരും പല അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവളുമാർക്കെല്ലാം ആകാമെങ്കിൽ ഒട്ടും പേടിയില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാണ് മടിക്കുന്നതെന്ന് ഓർത്ത് മാഡം ഉച്ച കഴിഞ്ഞപ്പോൾ തുരുത്തിലാണല്ലോ, അവിടെ ഒരു 2 മണിക്കൂറെങ്കിലും ചിലവഴിക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് ഓരോരുത്തരും ദൂരെ മാറിപ്പോയി മാഡം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരെയും കാണില്ല. ചിലരുടെ തലയോ കാലോ മേലോ വല്ലതും കണ്ടാലായി. ഞാനും രാജീവും കൂടെ കാൽ സൈഡിലേക്ക് പോയി. അവിടെ ഒരു തെങ്ങിൻ്റെ ചുവട്ടിലാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷേ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞത്, ഇനിയിപ്പോൾ നമ്മൾക്ക് ഒരു മറയുമില്ല. എന്തായാലും പ്രേമിച്ചപ്പോൾ നമ്മൾക്ക് ഒന്നിലും മുന്നേറാൻ പറ്റില്ല. ഇവിടെ വെച്ചെങ്കിലും ഉള്ള സമയം യൂട്ടിലൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ സംസാരിക്കാനാണ് വന്നതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, സംസാരത്തിൻ്റെ കൂടെ അല്പം പ്രവൃത്തി, കളിയിൽ അല്പം കാര്യം എന്ന് മോള് കേട്ടില്ലേ എന്ന് ചോദിച്ചിട്ടുകൊണ്ടാണ് അവൻ എനിക്ക് പോപ്പോ തരാൻ തുടങ്ങിയത്. എനിക്ക് ആദ്യം അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പടർന്നു കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ ഭർത്താവ് മറ്റവൾ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾക്കൊന്നും ഒട്ടും മെനക്കെടുന്നില്ലല്ലോ. ഇപ്പോൾ വരുന്നു പോകുന്നു, എന്തിനു വരുന്നു എന്ന് അയാൾക്ക് തന്നെ അറിയില്ല. അയാൾക്ക് തോന്നുമ്പോൾ വരുന്നു. അതിനുള്ളതല്ല ഞാൻ. എനിക്കും വേണം. വളരെ പതുക്കെ തുടങ്ങി ഭീകരമായി രസകരമായി അവസാനിക്കുന്ന ചില രംഗതരംഗങ്ങൾ. അതൊന്നും ഇപ്പോൾ ജീവിതത്തിൽ നടക്കുന്നതേയില്ല. വഴിപാട് പോലെ വരുന്നു, എന്തൊക്കെയോ ശബ്ദകോശങ്ങൾ മുഴക്കുന്നു, പോകുന്നു. ഇവിടെ അതല്ല. സാവധാനമുള്ളത് സാവധാനം മാത്രം. ചൂട് പിടിച്ചു വരാൻ ഇനിയുമുണ്ട്. തിളയ്ക്കാൻ ഒത്തിരി നേരം എടുക്കുമല്ലോ. പെട്ടെന്ന് തിളച്ചാൽ എന്താ രസം. പതുക്കെ തിളച്ച് ആവി വന്ന് അത് കെട്ടടങ്ങണം. എങ്കിലല്ലേ പാചകം ചെയ്ത ഭക്ഷണത്തിന് ഒരു രുചിയുണ്ടാകൂ. ചൂടോടെ വിളമ്പാൻ അവനറിയാമായിരുന്നു, ചൂടേറ്റാൻ അവനറിയാമായിരുന്നു. എന്നാലും എനിക്ക് പേടിയുണ്ടായിരുന്നു. അപ്പുറത്തെ കാലിലൂടെ ചില വള്ളങ്ങളൊക്കെ പോകുന്നുണ്ട്. അതിൽ നിന്നാരെങ്കിലും സൂം ചെയ്ത് ഫോട്ടോയോ വീഡിയോയിൽ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാകും. അങ്ങനെ ഞങ്ങൾ വേറൊരിടത്തേക്ക് മാറിയിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കുസൃതി കൂടി. എൻ്റെ മടിയിലായി കിടപ്പ്. എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ അവൻ്റെ വിരുദകൾ ഞാൻ അനുഭവിച്ചറിയാൻ തുടങ്ങി. എൻ്റെ ഭർത്താവ് ഈ അടുത്ത കാലത്തായിട്ട് ഒന്നിനും താല്പര്യം പ്രകടിപ്പിക്കാറില്ല. പണ്ട് കാലത്ത് പാൽപാത്രം കാണുമ്പോൾ ഓടി വന്ന് നക്കിക്കുടിക്കുന്ന കുറിഞ്ഞി പൂച്ചയായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരന് ക്യാറ്റ് ഫുഡ് മതി. പെട്ടെന്ന് കൃത്രിമമായുള്ള ഫുഡ് കഴിക്കുക, പോവുക. ഇതാണല്ലോ ഇപ്പോഴത്തെ പൂച്ചകളുടെ സ്വഭാവം. വർഷങ്ങൾക്ക് ശേഷം ആ തുരുത്തിൽ ആരോ തീയിട്ടതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞങ്ങളുടെ ഉഷ്ണച്ചൂടിൽ ആ തുരുത്താവ് കത്തിയെരിയുമെന്ന് എനിക്ക് തോന്നി. പിന്നെ അതിനിടയ്ക്ക് ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പല സ്ഥലങ്ങളിൽ തീ കത്തുമോളെ, എല്ലാവരും ധ്യാനത്തിലാണ്, 2 മണിക്കൂറേ ഉള്ളൂ എന്നോർക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാനും ഒന്നും ഓർത്തില്ല മാഡം. എനിക്കും ചില കാര്യങ്ങളിലേക്ക് കൈ കടത്താനുണ്ടായിരുന്നു. അതുമാത്രമല്ല, എന്നോട് ആത്മാർത്ഥത കാണിച്ചതുപോലെ തന്നെ അവനോട് ഞാൻ തിരിച്ച് ആത്മാർത്ഥത പ്രകടിപ്പിച്ചു. അവൻ്റെ മടിയിലും എനിക്ക് സുഖകരമായൊരുറക്കം ഉണ്ടായി. അതുമാത്രമല്ല, ഇത്തിരി കഴിഞ്ഞപ്പോൾ തെങ്ങ് കുലുങ്ങി തെങ്ങിൽ നിന്ന് തേങ്ങയോ വെള്ളയ്ക്കയോ ഞങ്ങളുടെ തലമണ്ടയിൽ വീഴും എന്ന് പോലും തോന്നിപ്പോയി. എങ്കിലും ഞാൻ പറയാം മാഡം, 2 മണിക്കൂറിനുള്ളിൽ ഒരു ചതുരംഗം പൂർത്തിയാക്കിയ സന്തോഷമായിരുന്നു എനിക്ക്. പക്ഷേ ആ ദുഷ്ടൻ എന്നോട് ദുഷ്ടത്തരം കാണിച്ചു.
കാര്യം അവനൊരു സാധനം എടുത്തുകൊണ്ട് പോയി എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞെടാ, അതില്ലാതായി കഴിഞ്ഞാൽ ആരെങ്കിലും ശ്രദ്ധിക്കുമെന്ന്. അവൻ പറഞ്ഞു ഒരു കാര്യമില്ല, ആരും ശ്രദ്ധിക്കില്ല. എടാ വീട്ടിലാണെങ്കിൽ പോലും ഞാൻ ഫ്രീ ആയിട്ടല്ല നടക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ആ ഇതിപ്പോൾ വീട്ടിൽ ചെല്ലാവുന്ന കുഴപ്പമല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, ഫ്രീ ആയിട്ടിരുന്ന മോളെ, ഇതെനിക്കൊരു സ്മാരകശിലയാണെന്ന് പറഞ്ഞ് എടുത്ത് അവൻ പോക്കറ്റ് വെച്ചുകൊണ്ട് പോയി, തൂവാല പോലെ. ഞാൻ പറഞ്ഞത് ഏത് പോക്കറ്റ് മുഴച്ചിരിക്കുന്നത്. അവൻ പറഞ്ഞു സാരമില്ല, തൂവാലാണെന്ന് കരുതിക്കോളെന്ന് പറഞ്ഞു. മാഡം, ഷോ ആണുങ്ങൾക്ക് ഇങ്ങനെയും ചില പ്രത്യേകതകളുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ എൻ്റെ ഭർത്താവ് ഇതുവരെയും ആരാധനയോടുകൂടി എൻ്റെ ഒന്നും സ്വന്തമാക്കിയിട്ടില്ലോ എന്നോർത്തു. പുരുഷന്മാരങ്ങനെയാണ്, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ. അപ്പോൾ സ്ത്രീകൾക്കും അങ്ങനെ തന്നെ. അല്ലെങ്കിൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. ഈ മുല്ലകൾക്കെല്ലാം നല്ല മണമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി മാഡം. എല്ലാവരും പറഞ്ഞ സമയത്ത് ഒന്നിച്ചു ചേർന്നു. ആ സമയത്ത് എല്ലാവരും നിശബ്ദരായിരുന്നു. എല്ലാവരും അവരുടെ ജോഡികൾക്ക് വേണ്ടി പരതി അവിടെ പോയിരുന്നു. ബാക്കിയുള്ള ചില റൊമാൻറ്റിക് കാര്യങ്ങളൊക്കെ കടക്കുകയും ചെയ്തു. ഒന്ന് രണ്ടോ പേര് മാത്രം ഇതിലൊന്നും ഇടപെടാതെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് ഒരുത്തി വന്ന് എന്നോട് പറഞ്ഞു, നിന്നെ കാണുമ്പോൾ ഞാൻ പണ്ടത്തെ ഒരു കാര്യമാണ് ഓർക്കുന്നതെന്ന്. ഞാൻ ചോദിച്ചു എന്താണെന്ന്. എടി, നീ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മയങ്ങി വീണില്ലേ, നിനക്ക് നെഞ്ചിനകത്ത് വേദന വന്നെന്നല്ലേ പറഞ്ഞത്. ആ സമയത്ത് സമാശ്വാസം നൽകിയത് സജി സാറല്ലേ? അതിപ്പോൾ എന്തിനാ പറഞ്ഞത്? എടി, അന്ന് വരെ നിനക്ക് ഒന്നുമില്ലായിരുന്നു, പരന്നൊരു പലക പോലെയായിരുന്നു നിൻ്റെ രൂപം. പക്ഷേ അത് കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും നീ ആവശ്യത്തിൽ കൂടുതൽ വണ്ണമുള്ളവളായി. എല്ലാ ആണുങ്ങളും ശ്രദ്ധിക്കുന്ന രീതിയിലായി. സജി സാറാണ് അതിന് കാരണമെന്ന് ഒരു കഥയുണ്ടായിരുന്നു. അത് പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടി ചിരിക്കുമായിരുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി. എന്നെക്കുറിച്ച് അങ്ങനെ ഒരു കഥയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. സജി സാർ ഞാൻ മയങ്ങി വീണപ്പോൾ അങ്ങനെയൊന്ന് സാന്ത്വനിപ്പിച്ചു എന്ന് വെച്ച്. എടി, അത് കഴിഞ്ഞ ശേഷം സജി സാർ നിന്നെ സ്റ്റാഫ് റൂമിൽ വിളിക്കുമായിരുന്നെന്നും നിങ്ങൾ തമ്മിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നെന്നും സജി സാറിൻ്റെ കൈവിരുത് കൊണ്ടാണ് നീ ഇത്രയും മെച്ചപ്പെട്ടതെന്ന് ഒരു കഥയുണ്ട്. അത് കറക്റ്റായിരുന്നു, ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. കള്ളിയാണ് നീ, കൊച്ചു കള്ളി എന്ന് പറഞ്ഞു. ഞാനത് നിഷേധിച്ചു. അവർ പറഞ്ഞു, എന്തായാലും നിന്നെക്കുറിച്ച് അങ്ങനെ പറയുമായിരുന്നു, ഈ രാജീവ് പോലും അങ്ങനെ പറയും, സജി സാർ ഉള്ളതുകൊണ്ടാണ് നീ ശ്രദ്ധിക്കാത്തതെന്നും. എടി, അങ്ങനെയല്ല, എൻ്റെ സ്വഭാവം പതിഞ്ഞതായിരുന്നു. പതിഞ്ഞതായതുകൊണ്ടാണല്ലോ ഇങ്ങനെ ആയിരിക്കുന്നത്. നോക്കടി, ഞങ്ങളെക്കാളൊക്കെ മികച്ചവയല്ലേ നിനക്കുള്ളത് എന്ന് പറഞ്ഞ് അവളുമാർ തമാശക്കിട്ട് കുത്തുകയും ചെയ്തു. മാഡം, എന്നെക്കുറിച്ച് ഇത്രയും വൃത്തികെട്ട ഒരു കഥ ആ കാലത്തുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു മാഡം. ഞാൻ ഓർത്തത് ഞാൻ ഒരു ശീലാവതിയാണെന്നാണ്. അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിൽ പലതും ഉണ്ടായിരുന്നെങ്കിലും ഒരു കുരുത്തക്കേട് ഒപ്പിക്കാതെയാണ് വിവാഹം കഴിഞ്ഞത്. എന്നിട്ട് ഇന്നാണ് എൻ്റെ ജീവിതത്തിൽ ഒരു കുരുത്തക്കേട് നടന്നത്. അതിന് ഇങ്ങനൊരു കഥ പറഞ്ഞ് ഇവളുമാർ കളിയാക്കിയല്ലോ എന്നോർത്തു. എന്തായാലും വളരെ ജോളിയായിരുന്നു മാഡം. ഫോട്ടോയും വീഡിയോ ഒന്നും ആരും എടുത്തില്ല. അങ്ങനെ തിരിച്ച് വീട്ടിൽ ചെന്ന് സാധാരണ ജീവിതം ഞാൻ നയിച്ചു. രാജീവ് ഇടയ്ക്കെന്നെ വിളിക്കും, മെസ്സേജ് ഒന്നും അയക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മാഡം, ഇതിനിടയ്ക്ക് വേറൊരു പ്രശ്നം നടന്നു. കാര്യം, എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. അവൾ പറഞ്ഞു അവളുടെ ഒരു കാമുകൻ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ തുരുത്തിപ്പോയി കഴിഞ്ഞപ്പോൾ എന്തൊക്കെ നടന്നു എന്നുള്ളത് അവൾ വിശദമായിട്ട് എന്നോട് പറഞ്ഞു. പക്ഷേ അവൾ ഭർത്താവുമായിട്ട് പിണങ്ങിയൊക്കെ നിൽക്കുകയാണ്. അവൾക്ക് എന്തുമാകാം. നീ രാജീവ് കൂടെ പോയിട്ട് എന്തെങ്കിലും നടന്നെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ ഒന്നും സംഭവിച്ചില്ല. അവളാണെങ്കിൽ അവളുടെ കഥകൾ കുറേ അധികം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും ചില നല്ല അനുഭവങ്ങൾ ഉണ്ടായി. രാജീവിനെ എനിക്ക് തിരിച്ചു കിട്ടി എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവൾ അതില്ലേ മാഡം, എന്നെ 2 പുരുഷന്മാർ സ്നേഹിച്ചെന്ന് പറഞ്ഞില്ലേ, അതിൽ മറ്റൊരാളുണ്ട്. അയാളുടെ പേര് അരവിന്ദ് എന്നായിരുന്നു. അവനോട് രഹസ്യമായിട്ട് പറഞ്ഞു, എടാ നിങ്ങൾ 2 പേരും പ്രേമിച്ചു എന്ന് അവിടെ വെച്ച് പറഞ്ഞു. ചിരിച്ചു തള്ളി. പക്ഷേ അവൾ ആരുടെ കൂടെയാണ് പോയത്? രാജീവിൻ്റെ കൂടെ. എന്നിട്ട് തുരുത്തിൽ പോയിരുന്ന് എന്തൊക്കെ കാട്ടിയെന്നറിയാമോ? നിനക്ക് ഒന്നും മനസ്സിലായില്ല. അവൾ നിന്നെ തേക്കുകയായിരുന്നു. ഇത്രയും പേരുടെ മുന്നേ വെച്ച് ശരിക്കും അവൾ അവമാനിക്കല്ലേ ചെയ്തത്? നീയല്ലേ അതിൽ സുന്ദരൻ എന്നൊക്കെ പറഞ്ഞ് അവനെ എരികേറ്റി. ആക്ച്വലി രാജീവ് എൻ്റെ പുറകെ വന്നതുകൊണ്ട് എനിക്ക് അവനോട് ഒരു താല്പര്യം തോന്നി, അത്രേ ഉള്ളൂ. ഇവൻ ആ സമയത്ത് അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ എൻ്റെ പുറകെ വരികയോ തുരുത്തിൽ എന്നെ അനുഗമിക്കുകയോ ഒന്നും ചെയ്തില്ല. അവൻ എന്തെടുക്കുകയായിരുന്നെന്നോ ആരുടെ പുറകെ ആയിരുന്നെന്നോ എനിക്കൊട്ടറിയുകയില്ല. അവൻ പിന്നീട് പരിഭവിച്ച് എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. നീ അവനെ മാത്രം കൺസിഡർ ചെയ്തത് ശരിയായില്ല.
എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാനും പറഞ്ഞതാണ്. ഞാനിപ്പോൾ പറഞ്ഞു, നീ എൻ്റെ പുറകെ വന്നില്ലല്ലോ, അപ്പോൾ മിടുക്ക് കാണിച്ചവന് മാത്രം നിൻ്റെ സ്നേഹം, എനിക്ക് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത സെൻറ്റിമെൻറ്റ്സ് കുടിച്ചിട്ട് കരഞ്ഞുകൊണ്ടൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി മാഡം. എനിക്കാകെ ശല്യമായി. ഞാൻ അവനെ ബ്ലോക്ക് ചെയ്തു. രാജീവിനോട് ഞാൻ കാര്യം പറയുകയും ചെയ്തു. രാജീവ് അവനെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഉടക്കും വഴക്കുമായി. അത് ഗ്രൂപ്പിലൊരു ചർച്ചാ വിഷയമായി. എല്ലാവരും എന്നെ പറ്റിയാണ് ചർച്ച. ഞാൻ പോയത് മാത്രം. പോയ മറ്റ് ശീലാവധികൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. അവരാരും ഒരു തെറ്റും ചെയ്തില്ല. ഞാനാണ് തുരുത്തിൽ പോയി തുരുത്ത് പിടിച്ച് കുളിക്കാനായി. അവസാനം ആ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ എക്സിറ്റ് അടിച്ച് പോകേണ്ടി വന്നു. ആരോടും ഞാൻ മിണ്ടിയില്ല, പിണങ്ങി വീട്ടിലിരുന്നു. അവസാനം എല്ലാവരും കൂടെ വീട്ടിൽ വന്നു, സമാധാനിപ്പിച്ചു. ഇനി അങ്ങൊരു ചർച്ച ഉണ്ടാകില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് രാജീവുമായിട്ട് ഒന്നും സംഭവിച്ചില്ല, അതൊക്കെ വെറുതെയുള്ള കാര്യമാണ്, ഞങ്ങൾ സംസാരിച്ചേ ഉള്ളൂ എന്ന്. അത് ഓക്കെ എന്ന് എല്ലാവരും സമ്മതിക്കുകയും ചെയ്തു. എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാം അറിയാം മാഡം. എങ്കിലും ഇത് ചർച്ചയായി കഴിഞ്ഞാൽ ആരെങ്കിലും ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഭർത്താവൊക്കെ എടുക്കുന്നതാണ് വലിയ പ്രശ്നമാകില്ലേ. പിന്നീട് ഒരു കൂട്ടായ്മ കൂടെ വെച്ചു. അതും ഇതേപോലെ ഒരാളുടെ വീട്ടിൽ കൂടുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അരവിന്ദിൻ്റെ അടുത്ത് വന്ന് സോറിയൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് ഞങ്ങൾ 3 പേരും കൂടി നിന്ന് സംസാരിച്ചു. അരവിന്ദും ഞാനും രാജീവും കൂടെ. 2 പേർക്കും എന്നെ ഇഷ്ടമാണ്. ഇവർക്ക് 2 പേർക്കും ഭാര്യയൊക്കെ ഉള്ളതുമാണ്, കുട്ടികളുമുണ്ട്. അപ്പോൾ അരവിന്ദിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, രാജീവിനെ ഇഷ്ടപ്പെടാമെങ്കിൽ എന്നെയും ഇഷ്ടപ്പെടാമെന്ന്. ആ സമയത്ത് കുടിച്ചുകൊണ്ടിരിക്കുകയായതുകൊണ്ട് രാജീവിനും പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. നിനക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ അവനോട് ഒന്ന് സ്നേഹമായിട്ടിരുന്നു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അങ്ങനെ 2 പേരും എൻ്റെ ഇടവും വലവും ഉണ്ടായിരുന്നു. അവർ 2 പേരും പല കുസൃതികളും പറഞ്ഞു. അവിടെയും പറമ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി 2 പേരുടെയും നടുക്കാണ് ഞാനിരുന്നത്. ഞങ്ങൾ തമ്മിൽ കുറച്ച് വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും രാജീവാണ് ആദ്യം തുടങ്ങിയത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അരവിന്ദിനും അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. 2 സൈഡിൽ നിന്നും പ്രകമ്പനമായി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ 2 പേരും എന്നെ സ്നേഹിക്കുകയായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ എനിക്ക് അവരുടെ കുസൃതികൾക്ക് ഒന്ന് അനുകൂലമായി നിൽക്കേണ്ടി വന്നു. എൻ്റെ 2 കൈകളും വിശ്രമമില്ലാതെ അവർക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചു. അവരാണെങ്കിൽ എനിക്ക് വേണ്ടി എന്തിനും തയ്യാറായിരുന്നു. പക്ഷെ തുരുത്ത് പോലെയല്ല, നല്ല പരിമിതിയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ചിന്ന ചെറു കാര്യങ്ങളിൽ അത് അവസാനിച്ചു. അതോടുകൂടി രാജീവിനും അരവിന്ദിനും എനിക്കുമിടയിലുള്ള ആ ഒരു സംഘർഷം ഒഴിഞ്ഞു പോവുകയായിരുന്നു. പിന്നെ ഞങ്ങൾ 3 കൂടി പ്രത്യേകമായിട്ട് വീഡിയോ കോളൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യും. ഭാഗ്യത്തിന് ഗ്രൂപ്പിലുള്ളവർ അന്ന് ഈ കാര്യങ്ങൾ അധികം ശ്രദ്ധിച്ചുമില്ല. പരിമിതമായ സൗകര്യങ്ങളല്ലേ ഉള്ളൂ. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ മുന്നോട്ട് പോയി മാഡം. ഇതിനിടയ്ക്ക് 2 പേരും കൂടെ വീഡിയോ കോൾ വിളിക്കുമ്പോൾ എനിക്കും മോഹം മൂത്തു. രാജീവിൻ്റെ ഭാര്യ കുട്ടികളെ അവളുടെ വീട്ടിൽ നിർത്തിയിട്ട് ഗൾഫിൽ പോയ സമയമാണ്. അതുകൊണ്ട് ആ വീട് ഒഴിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ ഞാനും അരവിന്ദും കൂടെ അവിടെ പോയിരുന്നു മാഡം. കുസൃത്തരങ്ങളും ഉച്ചഭക്ഷണങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു 6 മണിയാകുമ്പോഴേക്കും വീട്ടിൽ വരണ്ടേ. അവിടെയും പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ഉച്ചയൂണ് കഴിഞ്ഞപ്പോഴേക്കും 2 പേരും എന്നോട് കൂടുതലെടുത്തു. നല്ല സ്വാതന്ത്ര്യം, ആരും വരില്ല, സേഫായുള്ള പ്ലേസ് അല്ലേ മാഡം. അവിടെ എനിക്ക് മാടാതിരിക്കാൻ ആവില്ലായിരുന്നു. 2 പേരും മത്സരിച്ചെന്നെ സ്നേഹിച്ചപ്പോൾ എനിക്ക് തിരിച്ച് അവർക്ക് കൊടുക്കാൻ കടലോളം സ്നേഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സ്നേഹമാകുന്ന അമൃത് കടഞ്ഞെടുക്കുകയായിരുന്നു ഞാൻ. 2 കൈവഴികളുള്ള നദിയെപ്പോലെ അലതല്ലി ഒഴുകി. ഇടയ്ക്ക് പാറക്കൂട്ടങ്ങളിൽ ചിന്നിച്ചിതറിയും, ചിലപ്പോൾ ശാന്തമായി ഒഴുകിയും, ചിലപ്പോൾ അഗാധ ഗർത്തങ്ങളിലേക്ക് പതിച്ചും, ചിലപ്പോൾ എൻ്റെ പ്രിയതമന്മാരുടെ ദാഹം തീർക്കുന്ന നുരഞ്ഞു പൊങ്ങുന്ന അരുവിയായും, ചിലപ്പോൾ അവർക്ക് കാണിക്ക നൽകുന്ന പൊന്നിൻ തടാകമായി ഞാൻ മാറി. അന്ന് അവിടെ ജലകേളികളായിരുന്നു. ഏത് ചുണ്ടനാണ് വിജയിക്കുന്നത് ചോദിച്ചാൽ അറിയില്ല. എല്ലാ ചുണ്ടനും ഹീറ്റ്സിൽ ഒന്നാമതെത്തണമെന്ന് ആഗ്രഹിച്ച നിമിഷമായിരുന്നു. പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞതുപോലെ 2 പേർക്കും വ്യത്യസ്തമായ രീതികളല്ലേ മാഡം. അത് എനിക്ക് പുതുമ പകർന്നു നൽകി. ഞാനും ചുണ്ടൻ വള്ളത്തിലേറി ട്രോഫിയിൽ മുത്തമിട്ടു മാഡം. അത് ഒരു വട്ടം കൂടി ആവർത്തിച്ചു. പക്ഷേ എനിക്കറിയില്ല മാഡം, ഇവരിൽ 2 പേരിലാരോ മറ്റു പെണ്ണുങ്ങളോട് അത് ഷെയർ ചെയ്തു. ഗ്രൂപ്പിൽ ഇത് ചർച്ചാ വിഷയമായി. അതായത് 2 ആണുങ്ങളെ ഒരേ സമയം ഞാൻ മാനേജ് ചെയ്തു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ രഹസ്യങ്ങളെല്ലാം ഗ്രൂപ്പിൽ ചർച്ചയായി മാഡം. മൊത്തം പെണ്ണുങ്ങളും എന്നെ കുറ്റം പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്ത അവളുമാരെല്ലാം രക്ഷപ്പെട്ടു. എൻ്റെ ഈ കഥ മാത്രം ഗ്രൂപ്പിൽ പാട്ടായി. എല്ലാവരും ഇത് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്.
മാഡം എനിക്ക് പേടിയായി. പിന്നെയും ഞാൻ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റായി. ഇതിനിടയ്ക്ക് എക്സിറ്റായിട്ട് പിന്നെയും ഞാൻ റീജോയിൻ ചെയ്തിരുന്നു മാഡം, പേടിച്ചിട്ട്. പക്ഷേ എൻ്റെ ഭർത്താവിന് ഈ കാര്യങ്ങളുടെ ഗ്രൂപ്പ് ചാറ്റെല്ലാം സ്ക്രീൻഷോട്ട് സഹിതം ആൾക്കാർ അയച്ചു കൊടുത്തു. അതിൽ സ്ത്രീകളുണ്ട് മാഡം. ഭർത്താവ് അത് കണ്ട് എന്നെ ക്വസ്റ്റ്യൻ ചെയ്തു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ലെന്ന്. പക്ഷേ ഒത്തിരി ചാറ്റും സംസാരങ്ങളും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു മാഡം. ഒന്നും നടന്നില്ല എന്ന് ഞാൻ പറഞ്ഞു, ആണയിട്ടങ്ങനെ പറഞ്ഞു. പക്ഷേ എൻ്റെ ഭർത്താവ് ഇപ്പോൾ എന്നോട് മിണ്ടുന്നില്ല. വിവാഹമോചനം വേണമെന്ന് ആവശ്യപ്പെടുകയാണ് മാഡം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. തെളിവുകളൊന്നുമില്ല. ഇവളുമാരെല്ലാം കൂടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നതിൻ്റെയും ആണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെക്കുറിച്ച് പറഞ്ഞതിൻ്റെയൊക്കെ ചാറ്റും മറ്റു കാര്യങ്ങളും ഉള്ളൂ. അല്ലാതെ ഈ രണ്ട് വ്യക്തികളുമായിട്ടുള്ള ഒരു തെളിവുമില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും നടന്നിട്ടില്ലെന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ രാജു അരവിന്ദും ആരോടും ഒന്നും ഷെയർ ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ കുടിച്ചിട്ട് അവർ ഏതോ പെണ്ണുങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ട് മാഡം. കാര്യം അന്നത്തെ ഡീറ്റെയിൽസൊക്കെ ചർച്ച ചെയ്യുകയാണ്. എൻ്റെ ഭർത്താവാണെങ്കിൽ ചിലതൊക്കെ നടന്നുവെന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയില്ല മാഡം. എൻ്റെ ദാമ്പത്യ ജീവിതം തകരുമെന്നാണ് തോന്നുന്നത്. ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? കള്ളത്തരം പറഞ്ഞ് ഞാൻ പിടിച്ചു നിൽക്കുകയാണ്. ഭർത്താവിനോട് എല്ലാം തുറന്ന് പറഞ്ഞ് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ഭർത്താവ് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാഡം. ഇനി എന്താണ് മുന്നോട്ട്? ആകെ കൂടി എൻ്റെ ജീവിതം കൊഞ്ഞാട്ടാക്കിയത് ഞാൻ തന്നെയാണെന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇങ്ങനൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരിക്കലും ഉണ്ടാകലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ടല്ല, നല്ല പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എത്രയോ പേര് മാതൃകാപരമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നു. അതിനിടയ്ക്ക് നിങ്ങൾ മാത്രം ഇങ്ങനെ വീട്ടുകാരെയും കുട്ടികളെയും ഒന്നും കൂട്ടാതെ തുരുത്തും ആരുമില്ലാത്ത സ്ഥലങ്ങളും ചേർന്ന് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ സംഘത്തിന് തന്നെ ഒരു കുഴപ്പമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിടാൻ വേണ്ടിയിട്ടല്ല ഇപ്പോൾ കൂടിയിരിക്കുന്നത്, മറ്റു പലതുമാണ് ലക്ഷ്യം. എന്തായാലും നിങ്ങളുടെ കൂടെയുള്ളവരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഇതിലെല്ലാം വമ്പൻ തെറ്റുകാരി നിങ്ങളാണ്. രണ്ട് പുരുഷന്മാർ അവിടെ തമാശയ്ക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയും. തമാശയ്ക്കല്ല, കാര്യമായിട്ടായിരിക്കാം. അത് എന്നത്തെ കാര്യമാണ്? സ്കൂളിലെങ്ങാണ്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ കാര്യമാണ്. അത് കേട്ടപ്പോഴേക്കും തെങ്ങിൻ്റെ ചുവട്ടിൽ തീ പടർത്താൻ പോയ നിങ്ങളെയൊക്കെ എന്താ പറയേണ്ടത്? അത് പോട്ട്. ആ ബന്ധം രഹസ്യമായിട്ട് സൂക്ഷിക്കാതെ അത് കൂട്ടുകാരോട് പറഞ്ഞു. അവൾക്ക് ഭർത്താവൊന്നുമില്ലാതെ കൊണ്ട് നിൽക്കുന്നുണ്ട്, അവൾക്കത് വേണമെങ്കിൽ തുറന്ന് പറയാം. മറ്റുള്ളവരാരും അങ്ങനൊന്നും പറയാതെ അവർ രക്ഷപ്പെട്ടു. നിങ്ങളുടെ കഥ പാട്ടായപ്പോൾ രണ്ടാമത്തെ കാമുകൻ ആക്രാന്തം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ രണ്ടുപേരുടെയും നടുവിൽ നിങ്ങൾ കയറിയിരുന്നു. ഇതൊക്കെ രഹസ്യമായിരിക്കും നിങ്ങൾ വിചാരിച്ചു. പക്ഷേ ഇവരെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ ചില ആൾക്കാർക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് പ്രശ്നമായി കാണും, അസൂയായി കാണും. ഞങ്ങൾക്കെല്ലാം ഒരു കാമുകനല്ലേ ഉള്ളൂ, ഇവൾക്ക് രണ്ട്. അത് ഇൻ്റർനാഷണൽ വിഷയമാക്കി ഭർത്താവിൻ്റെ അടുത്ത് വരെ എത്തിച്ചു. എന്തായാലും മറ്റ് തെളിവുകൾ ഒന്നുമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകളിൽ തന്നെ നിൽക്കുക. കാര്യം ഞാൻ അങ്ങനെയില്ല, എന്നെക്കുറിച്ച് വൃത്തികേട് പറഞ്ഞു പരത്തുകയാണ് എന്ന് പറഞ്ഞ് നിൽക്കുക. അതേപോലെ രണ്ട് കാമുകന്മാരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കുക. ഗ്രൂപ്പ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഒന്നും നിങ്ങൾക്ക് പറ്റിയൊരു പരിപാടിയല്ല. അതൊക്കെ നല്ല രീതിയിൽ നടത്തേണ്ട ആളുകൾ നടത്തിക്കോളും. എന്ന് വെച്ചിട്ട് എല്ലാ പൂർവ്വ വിദ്യാർത്ഥി സംഘടന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് പറ്റിയ പണിയല്ല ഇതെന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് നന്നായി അടങ്ങുക. ഇത്തരം കാര്യങ്ങളിൽ ക്ഷമയാണ് ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുക. ഭർത്താവിനെ കൺവിൻസ് ചെയ്യുക. ഒരനുകൂലത്തിനും പോകാതെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭർത്താവ് പതുക്കെ ക്ഷമിക്കും. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ എടുത്തു ചാടാതിരിക്കുക, രണ്ടും മൂന്നും വള്ളത്തിൽ കാല് ചവിട്ടാതിരിക്കുക. ക്ഷമ കൊണ്ട് മാത്രമേ ഭർത്താവിൻ്റെ മനസ്സിനെ വെല്ലാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഒന്നും നടന്നിട്ടില്ല എന്ന് തന്നെ പറയുക. എല്ലാം പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്ന ആളാണോ നിങ്ങളുടെ ഭർത്താവ് എന്നറിയില്ല. അതുകൊണ്ട് വിഡിതം കാണിക്കരുത്. തൽക്കാലം ഞാൻ ഒന്നിനുമില്ല, നിങ്ങളും പിള്ളേരും മാത്രമാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞ് ആത്മാർത്ഥതയോടുകൂടി ഇനി മുന്നോട്ട് പോകുക. നിങ്ങളുടെ പ്രവൃത്തിയാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ മനസ്സിന് മാറ്റം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആ മാറ്റത്തിലേക്ക് കടക്കാമെന്നേ പറയാൻ പറ്റുകയുള്ളൂ. സംശയം എപ്പോഴും സംശയമായിട്ടിരിക്കും. അതിനിയും ആളിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കുക എന്നാണ് പറയാനുള്ളത്.